ഹായ് ഗൈസ് 2022 ICT മെന്റർഷിപ്പിന്റെ മലയാളം വേർഷനാണ് ഇനി അങ്ങോട്ടേക്കുള്ള സീരീസിൽ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടാവുക. ഇത് ഓൾമോസ്റ്റ് 6 പാർട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് പാർട്ട് വീഡിയോസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് വരും. ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഡർ ഫ്ലോയെ ഫോറക്സ് മാർക്കറ്റിലേക്ക് വന്ന് അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്യൂച്ചേഴ്സിന്റെ നാസ്ഡാക്ക് S&P 500 ഇങ്ങനെയുള്ള ചാർട്ടിലേക്ക് പോയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫോറക്സ് മാർക്കറ്റിലെ കറൻസി പെയർസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവും. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പീരീഡും എൻട്രി മോഡൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എടുത്തിട്ടുള്ള ട്രേഡും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ടും ICT കുറിച്ചും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഫോറക്സ് മാർക്കറ്റിന്റെ കോഴ്സ് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. 36 വീഡിയോസ് ആണ് ഇവിടെ ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള ചാർട്ട് എന്ന് വെച്ചാൽ യൂറോ JPYയുടെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, യൂറോ JPY ഡേയുടെ ചാർട്ടാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഒരു സെൽ സൈഡിലേക്ക് കുടിച്ചിട്ടുണ്ട്, അല്ലെ ഈക്വൽ ലോസ് ഉണ്ട്. ഇത് ഈക്വൽ ലോസ് വന്ന് ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്? റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹൈയെ ഇമ്പൾസീവ് ആയിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻട്രി ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നമ്മളെ ആ ഒരു 2022 മോഡൽ എൻട്രി മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിനുശേഷം വീണ്ടും വന്നിട്ട് പ്രൈസ് ഇമ്പൾസീവായി അപ്സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മാർക്കറ്റ് ഷിഫ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതിനുശേഷം വീണ്ടും ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ഇല്ല. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാൻ പറ്റും. ഇമ്പൾസീവായിട്ട് അപ്സൈഡിലേക്ക് പോയിട്ട് ഈ ഒരു റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള സ്വിംഗ് ഹൈയെ ബ്രേക്കിന് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഏരിയാസിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ പ്രൈസ് അപ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് എന്ത് വരിക, നമ്മളെ പ്രീമിയം ഏരിയ വരുന്നുണ്ട് അല്ലേ. ഈ ഒരു 50% മുകളിലുള്ളതിന് പ്രീമിയം എന്നും ഈ ഒരു 50% താഴെ ഉള്ളതിന് നമ്മൾ ഡിസ്കൗണ്ട് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, ഒരു സെൽ സൈഡ് എടുത്തു, അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. വീണ്ടും റിട്രേസ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റിട്രേസ്മെന്റ് OT ലെവൽ എൻട്രീസ് എന്ന് പറയാൻ പറ്റും, ഒപ്റ്റിമൽ ട്രേഡ് എൻട്രീസ്. ഈ കാര്യങ്ങളെല്ലാം ICTയുടെ സീരീസ് ആയിട്ട് ആ ഒരു ചാനലുണ്ട്, നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് OT ലെവൽസും കാര്യങ്ങളൊക്കെ. OT എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഫിബ് യൂസ് ചെയ്ത് വരക്കുമ്പോൾ ഈ ഒരു ഹൈ ടു ഇയർ ലോ നോക്കുന്ന സമയത്ത് 0.5 താഴെ വരുന്നത് 0.7 0.6 എന്നുള്ള ഈ ഒരു ലെവൽസിനെയാണ് നമ്മൾ ഈ ഒരു OT ലെവൽസിന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് പ്രൈസ് വീണ്ടും ഡംപായി അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ട്. ഈ ഒരു ഏരിയാസിലുള്ള ഒരു പ്ലേ ആണ് നമ്മൾ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നോക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഹൈ പോയ സമയത്ത് ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ഡ്രോൺ ലിക്വിഡിറ്റി പെൻഡിങ് ഉണ്ട്. നമുക്ക് ഈ ഒരു ഹൈസ് ടേക്ക് ഔട്ട് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷമാണ് അപ്സൈഡിലേക്ക് ഒരു മൊമെന്റം വന്നിട്ടുള്ളത്. അപ്പോൾ റിട്രേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വീണ്ടും അപ്സൈഡിലേക്ക് ബൈ ഓപ്പർച്യൂണിറ്റി പോകാവുന്നതാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഞാനിപ്പോൾ യൂറോ JPYയുടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ദിവസമാണ് നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം ഡെയിലി ബയാസ് ബേസ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ഡ്രോൺ ലിക്വിഡിറ്റി, ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡെയിലി ബയാസ് ഉണ്ടായ എന്താണ്, അക്ലോസ്ഡ് ക്യാൻഡിൽസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകുക. അത് ബേസ് എടുത്തിട്ടുള്ള ഒരു ട്രേഡും അതേപോലെ ന്യൂ ഇയർ സെഷനിലെ ഫോക്കസ് ചെയ്തുള്ള ഒരു ട്രേഡുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കറൻസി പെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാകുക 0-0 ടൈമിംഗ് ആണ്. എന്താണ് 0-0 ടൈമിംഗ് മാർക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളും UTC-5 യൂസ് ചെയ്തിട്ട്, അതായത് ഓൾമോസ്റ്റ് എല്ലാ ടൈം ഫ്രെയിമും ടൈം സോണും എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് UTC-5 അപ്പോൾ ആ ഒരു UTC-5 CAN 6 ഓപ്പൺ ആകുന്ന ടൈം 0-0 ടൈമിങ്ങിലാണ് നമ്മൾ ഈ ഒരു CAN 6 ഓപ്പൺ ആകുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്പണിംഗ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഓപ്പണിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് വരുന്ന വീഡിയോസ് നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം പ്രൈസ് ഈ ഒരു ലണ്ടൻ്റെ സമയത്തുള്ള നല്ലൊരു പമ്പ് തന്ന അപ്സൈഡിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടൈം നോക്കാം. ഈ ഒരു വോളറ്റിലിറ്റിയിലാണ് നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളെല്ലാം ഉള്ളത്. കുറച്ചും കൂടി ലോ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് 5 മിനിറ്റിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇമ്പൾസീവായ അപ്സൈഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. അതിലൂടെ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഡെയിലി എക്സ്പെക്ടേഷൻ എന്താണ്, ബയാസ് എന്താണ്, ബുള്ളിഷാണ്. അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ടൈം സോൺ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 8:30 ശേഷമായിരുന്നു നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. സെയിം ഇവിടെ നമ്മൾ 8:30 ശേഷം ആയിരിക്കും നമ്മൾ എൻട്രീസ് നോക്കുന്നുണ്ടാകുക. പക്ഷേ നമ്മൾ
ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നോക്കി തുടങ്ങുന്നത് 7 o'clock to 10 o'clock വരെയുള്ള ഈ ഒരു ടൈം സോണിലായിരിക്കും. പറഞ്ഞത് ക്ലിയർ ആയോ? അതായത് നമ്മൾ അഗ്രസീവായിട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 to 10 വരുന്ന ഈ ഒരു 3 hour വിൻഡോ ആയിരിക്കും ന്യൂയോർക്ക് ടൈമിൽ. അത് UTC-5 എന്നുള്ള ഈ ഒരു ടൈം സോണിലാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്യൂച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ട്രാറ്റജിനെ യൂസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ 8:30 ശേഷം നമുക്കൊരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷം ഇത് ടേക്ക് ഔട്ട് ചെയ്തു. അതേപോലെ ഈ ഒരു ഏരിയയിലെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റിൽ ടാപ്പ് ചെയ്തതിന് ശേഷം എന്ത് സംബന്ധിച്ചുള്ള മാർക്കറ്റ് ഒരു ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് കുറച്ചും കൂടി ലോ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും 3 minute ടൈം ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. പ്രൈസ് ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ നോക്കി ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് 3 minute ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി 8:30 ശേഷമുള്ള ഈ ഒരു സ്വിംഗ് ലോയും കൂടി ടൈക്ക് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ ഓൾമോസ്റ്റ് ഒരു ലോ ക്രിയേറ്റ് ആയി വീണ്ടും ഒരു ലോ എടുത്തതിന് ശേഷമാണ് അപ്പ് സൈഡിലേക്ക് പോയിട്ട് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടത്. ഇമ്പൾസീവ് ആയിട്ട് വന്നിട്ട് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബയാസ് എന്തായിരിക്കും? ബുള്ളിഷ് ബയാസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവൽ എൻട്രി ആണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. എൻട്രിക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക? ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ ഈ ഒരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ അപ്സൈഡിലായിട്ട് വേറൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റുന്നതാണ് ട്രേഡ് എടുത്തുകൊണ്ട്. സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഈ ഒരു 3rd ക്യാൻഡിൽ ലോ ആയിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സെൻട്രൽ പോയിന്റ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എവിടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നു. ടാർഗറ്റ് നമുക്ക് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൻ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു എക്സ്പാൻഷനും കൂടി നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിബ് റിട്രേസ്മെന്റ് ടൂളിലെ എക്സ്പാൻഷൻ ആയിട്ടുള്ള -1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയും കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് ഞാൻ ചാർട്ടിലേക്ക് പോയിട്ട് പറഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്കത് നോക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ന്യൂയോർക്ക് ടൈം സോണിലാണ് ട്രേഡ് എടുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നോക്കുന്ന ഹൈസ് ആൻഡ് ലോസ് എന്ന് വെച്ചാൽ ലണ്ടൻ്റെ ഹൈസ് ലോസ്, അതേപോലെ 8:30 ക്രിയേറ്റ് ആയിട്ടുള്ള സ്വിംഗ് ലോസ് ആൻഡ് സ്വിംഗ് ഹൈസ് നോക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാം നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കണം? ഈ ഒരു സ്വിംഗ് ലോ ടേക്കൻ ഔട്ട് ചെയ്തിട്ടാകുമ്പോൾ നമ്മളെ ബയാസ് എന്നുള്ള രീതിയിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റും. ലിക്വിഡിറ്റി ആയിട്ട് നെക്സ്റ്റ് ലെവലിലുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റി ആൻഡ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള -1 വരെയുള്ള ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത്ര വരെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെന്നല്ല, ആ ഒരു ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽസിൽ നിന്നെല്ലാം എക്സിറ്റ് ചെയ്ത് മാറാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈം സോൺ ചൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഈ ഒരു UTC-5 എന്നുള്ള ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാം എങ്ങനെയാണ് നോക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ EURUSDയുടെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂയോർക്ക് ടൈമിൻ്റെ ആ ഒരു ടൈം സോൺ മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ന്യൂയോർക്കിൻ്റെ 00 ടൈമും കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 00 ടൈമിങ് കണ്ടു. ഡൗൺ സൈഡിൽ പോകുമ്പോൾ 00 വരുന്നൊരു ടൈം വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു 00 ടൈമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. ഓക്കെ, അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യേണ്ട കിൽ സോൺ ഏതാണ്? നമ്മൾ 7 to 10 ആണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ കിൽ സോൺ ആയിട്ട് നോക്കുന്നുണ്ടാവുക. എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ 7 തൊട്ട് 10 വരെ നമുക്ക് നോക്കാവുന്നതാണ് എൻട്രി ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട്. അതിന് ശേഷവും നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഏരിയയിലായിരിക്കും കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോ ബോക്സും അതേപോലെ തന്നെ ഈ ഒരു കളറുള്ള ബോക്സെല്ലാം കാണിക്കുന്നത് വെച്ചാൽ ഇതൊരു ഏഷ്യൻ റേഞ്ച് ആണ്, അതേപോലെ ഈ ഒരു ലണ്ടൻ റേഞ്ച് ആണ് നമുക്ക് കാണിച്ചിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ആ ടൈം ഫ്രെയിം കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം. വൺ അവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പ് നല്ല രീതിയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മൈനസ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്, -FEG -CB എന്ന് പറയും. ഓക്കെ, നമുക്ക് 50 മിനിറ്റ്സിലേക്ക് വരാം. 50 മിനിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും. എന്താണ് ഈ ഒരു ഏരിയ കാണാൻ പറ്റുന്നത് നോക്കിയേ. ഇവിടെ നമുക്കിവിടെ ഒരു MSS കിട്ടിയിട്ടുണ്ട് അല്ലേ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇത് കണ്ടോ, ഈ ഒരു ഹൈ ക്രിയേറ്റ് ആയി ഡൗൺ സൈഡിൽ ഇമ്പൾസീവായിട്ട് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് 5 മിനിറ്റ്സിലാണ് നമ്മൾ നോക്കുന്നത്. 5 മിനിറ്റ്സിലേക്ക് വരാം. അപ്പോൾ 5 മിനിറ്റ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ഇതിന് മുമ്പേ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് കിട്ടിയല്ലോ നോക്കിയേ. നമ്മൾ മാർക്ക് ചെയ്യുന്നൊരു ടൈം ഉണ്ട്. ഏതാണ് ആ ഒരു ടൈം? 8:30 എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ടല്ലേ. ആ ഒരു ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ മാനിപ്പുലേഷൻസ് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈം നമുക്ക് എടുക്കാം. 8:30 ഞാനതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 8:30 ടൈമിങ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിൻ്റെ കളറ് റെഡ് കളറായിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം 8:30ക്ക് ശേഷം റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്വിംഗ് ലോസും സ്വിംഗ് ഹൈസും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് സ്വിംഗ് ഹൈ സ്വിംഗ് ലോ? ഇത് നമുക്കൊരു സ്വിംഗ് ലോ ആണ്, ഇതൊരു നമുക്കൊരു സ്വിംഗ് ഹൈ ആണ്. അപ്പോൾ ഇവിടെ ഒരു സ്വിംഗ് ഹൈ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൈസൈഡ് ലിക്വിഡിറ്റി ആണല്ലേ, ഇതൊരു ബൈസൈഡ് ലിക്വിഡിറ്റി ആണ്. ഇത് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഏരിയയിൽ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടുള്ള ലോ ടൈം ഫ്രെയിമിൽ കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് കൺഫർമേഷൻ ചെയ്തിട്ട് ഈ ഒരു 15 മിനിറ്റ്സിന് എൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. അതിനുശേഷം പ്രൈസ് വീണ്ടും ഈ ഒരു ഓർഡർ ബ്ലോക്ക് അതേപോലെ തന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഈ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്നാണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു ഏരിയ നല്ല എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈ നോക്കാം. ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിലെ ലോ വരെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. ഞാൻ പറഞ്ഞപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടാകും, പക്ഷെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ട്രിക്കി ആയിരിക്കും, കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഈ ഒരു ടൈമും അതേപോലെ 8:30 ഓപ്പണിങ് സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും എല്ലാം മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതേ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ലണ്ടൻ എടുത്തിട്ടുള്ള ഒരു പേപ്പർ ട്രേഡാണ്. ഓക്കെ, ഒന്നാമത് ഈ ഒരു ഡിസംബർ ടൈമാണ്, അതുകൊണ്ട് തന്നെ ട്രേഡും കാര്യങ്ങളും റിയൽ അക്കൗണ്ടിലും കാര്യങ്ങളൊന്നും പുഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പേപ്പർ ട്രേഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു, അതിന് സ്മോൾ ആയിട്ടൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലണ്ടനിലേക്ക് വന്നാൽ നമ്മുടെ ടൈം സോൺ ഉണ്ടാകുക 2 മുതൽ 5 വരെയാണ്. അതായത് 2 AM to 5 വരെയാണ് നമ്മൾ അഗ്രസീവായിട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ടാകുക. ഓക്കെ, അതിനുശേഷം ഓപ്പർച്യൂണിറ്റി കിട്ടി നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു സോണിലാണ് നമ്മൾ കൂടുതലും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി, അതായത് ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ കൂടുതലും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാകുക. ക്ലിയർ? ന്യൂയോർക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്രസീവായിട്ട് കൂടുതൽ ട്രേഡ് നോക്കുന്നുണ്ടാകുക ഈ ഒരു 7 to 10 വരില്ല ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാകുക. ലണ്ടനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 മുതൽ 5 വരെയുള്ള ടൈമിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടൈം നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വരുന്ന കാര്യങ്ങൾ നമ്മുടെ എന്തായിരിക്കണം? ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. അപ്പോൾ മെയിനായിട്ട് സെൽ സൈഡ് ലിക്വിഡിറ്റി, ബൈ സൈഡ് ലിക്വിഡിറ്റി, ഹൈ ടൈം ഫ്രെയിം PDRIs എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വെച്ചാൽ എൻ്റെ ഡെയിലി ബയാസും അതേപോലെ തന്നെ സെൽ സൈഡ് ലിക്വിഡിറ്റിയും ബേസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഏഷ്യയുടെ ലോ ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏഷ്യയുടെ ലോ പ്ലസ് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ഞാൻ ഈ സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇമ്പൾസീവായിട്ട് മാർക്കറ്റിലൊരു MSS കാണാൻ വരുന്നുണ്ടല്ലേ. ഇതൊരു MSS ആണ്. ഞാൻ ഈ ഒരു ഹൈ തന്നെ എടുക്കാം MSS ആയിട്ട്. ഇത് നമുക്കൊരു MSS ആണല്ലേ, ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടേ. ഇത് നമുക്കൊരു MSS ആണ്. ഇത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയ ഏരിയ ഏതാണ്? നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കാൻ പറ്റും അല്ലേ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ബ്ലോക്കും കൂടി എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്ലസ് ഓർഡർ ബ്ലോക്കിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു CE എന്ന് ട്രേഡ്, ഐ മീൻ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ്, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ട്രേഡ് എടുത്തായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ആണ് ആവറേജ് പ്രൈസ് വരുന്നുണ്ടാകുക. സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ടാകുക ഈ ഒരു ക്യാൻഡലിലെ ലോ ആണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ടാർഗറ്റ് ഓൾമോസ്റ്റ് ഞാൻ ഈ ഒരു ഏരിയയിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 1:2 എന്നുള്ള രീതിയിലായിരുന്നു എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെ ട്രേഡ് എടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു ട്രേഡായി, നമുക്ക് ഈ ഒരു ലെവൽ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് കാണിച്ചെന്നുള്ള ബേസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഓക്കെ, നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. റിട്രേസ്മെൻറ്റ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻറ്റ് നോക്കാം, ഓർഡർ ബ്ലോക്ക് നോക്കാം. ഇവിടുന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റി, എക്സിറ്റ്, ദാറ്റ്സ് ഓൾ. അതായത് ഈ ഒരു 5 ആവുന്ന സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്തു. ഇതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കൺഫ്ലുവൻസ് ആയിട്ട് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കാം.
അതേപോലെ തന്നെ ഹൈ ടൈം ഫ്രെയിം PDRS കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൺഫർമേഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ന്യൂയോർക്കിൽ നേരത്തെ സംസാരിച്ച ഒരു ഏരിയ ആണ്. ഈ ഒരു ന്യൂയോർക്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തല്ലേ റിവേഴ്സിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. എന്നാൽ പോലും നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓപ്പൺ ആയി നിൽക്കുന്നുണ്ട്, കുറച്ചും കൂടി പെൻഡിങ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു സെൻറ്റർ പോയിന്റ് ഓൾമോസ്റ്റ് ടച്ച് ചെയ്ത് കയറിപ്പോയതാണ്. അതിനുശേഷം വീണ്ടും പ്രൈസ് വന്നിട്ട് ഈ ഒരു ലോങ് കൂടി സെൽ സൈഡ് ആയിട്ട് എടുത്തിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ് ബൈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോയിട്ടുള്ളത്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് അത് ആ ഒരു നമുക്കൊരു കൺഫ്ലുവൻസ് ആയിട്ട് ഹൈ ടൈം ഫ്രെയിം PDRയും കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. 1 hour ടൈം ഫ്രെയിം ആയിരിക്കും കുറച്ചും കൂടി നല്ല ഉണ്ടാകുക. 4 hour എടുക്കാം, 1 hour ആണ് കുറച്ചും കൂടി നല്ലതായിട്ട് ഉണ്ടാകുക. 1 hour 5 minutes. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിം നോക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ 5 minutes ആണ് എടുത്തിട്ടുള്ളത് എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടി ഡൗൺ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുന്നതാണ്. 1 minute പോയിട്ടും എൻട്രി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ നോക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ? എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി, ഈ ഒരു ഏരിയയിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ഡൗട്ട് ആയിട്ടുണ്ടാവും അല്ലേ. അതിനുശേഷം വീണ്ടും ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ 1 minute ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു ലോ വെക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി സേഫ് ഈ ഒരു ലെവൽ വെക്കുന്നതായിരിക്കും. അതിനുശേഷം ടാർഗറ്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിൽ ലിക്വിഡിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയം ഏരിയ വരെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ കൺഫർമേഷൻ ബേസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കിയുള്ള 5 minutes ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ മാർക്കറ്റിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സ്പെസിഫിക് ആയിട്ടുള്ള സ്വിംഗ് ഹൈസ് ടൈമിനും ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ പവർ ഓഫ് 3 കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബൈ.